സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷഹനാദ് ആണ്. എല്ലാവർക്കും സുഖലടാ, നന്നായി പഠിക്കുന്നുണ്ടോ? നമ്മൾ ഇന്ന് വരാൻ പോകുന്ന 10th ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് അതിനുശേഷം നടക്കുന്ന ബീവറേജ് LD അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS ഒരുപാട് പരീക്ഷകളുണ്ട്. 2027 നിങ്ങൾ എഴുതുന്ന LDC മറ്റ് വേരിയസ് LGS പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന മാത്സിന്റെ ക്ലാസ് ആരംഭിക്കുകയാണ്. അപ്പൊ കണക്ക് നമുക്കറിയാം, PSC പരീക്ഷ 10th ലെവൽ പരീക്ഷകൾക്ക് 20 മാർക്കാണ്, മെയിൻസിന് പ്രിലിംസിനും 20 മാർക്കാണ്. അതിന്റെ സിലബസ് ഒക്കെ എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആണ്. 10th ലെവൽ പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് എല്ലാ ക്ലാസ്സുകളും നമ്മുടെ യൂട്യൂബ് ചാനൽ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഒരുപാട് നാളായി പറയുന്നു മാത്സിന്റെ ക്ലാസ് കൂടി ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് മാത്സ് പഠിക്കാൻ ഒരുപാട് യൂട്യൂബിൽ നല്ല പ്രഗത്ഭരായ അധ്യാപകരുടെ ലക്ഷക്കണക്കിന് വീഡിയോസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അതോടൊപ്പം നമ്മുടെ കുറച്ച് ക്വസ്റ്റ്യൻ വർക്കൗട്ടും കൂടി ആവുമ്പോൾ ഏകദേശം നല്ലൊരു രൂപത്തിൽ നിങ്ങൾക്ക് മാത്സിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നമ്മുടെ ഈ ഒരു സിലബസ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും അല്ലേ, നമുക്കറിയാം അഭാജ്യ സംഖ്യ, എണ്ണൽ സംഖ്യ, ഖണ്ഡസംഖ്യ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ, തുകകൾ കണ്ടുപിടിക്കാനുള്ള ട്രിക്കുകൾ, ഇതൊക്കെയാണ് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. LCM HCF ഒരുപാട് പരീക്ഷകളിൽ നിങ്ങൾ ചെയ്തതും വളരെ എളുപ്പത്തിൽ പഠിച്ചതുമായ ഒരു കാര്യമായിരിക്കും LCM HCF അല്ലേ. ഒരുപാട് പേർക്ക് അത് പ്രയാസമാണ്. അതെങ്ങനെ ശരിയാക്കാൻ നമുക്ക് നോക്കാം. ഭിന്നസംഖ്യകളെ കുറിച്ച് പഠിക്കാനുണ്ട്. ഭിന്നസംഖ്യകൾ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെയാണ്. ദശാംശ സംഖ്യകൾ, ഈ പറയുന്ന കുത്തിട്ടുള്ള സംഖ്യകളിലെ ദശാംശ സംഖ്യകൾ, അത് കൂട്ടാനും ഹരിക്കാനും കുറയ്ക്കാനും ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒക്കെ ബേസിക് കാര്യങ്ങളാട്ടോ. 10th ലെവൽ പ്രിലിംസിന് ഉണ്ടാവും. വളരെ ബേസ് ആണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും 10 മാർക്ക് ഈ പറയുന്ന മാത്സിൽ ലഘുഗണിതത്തിലും അതുപോലെ തന്നെ 10 മാർക്ക് മെന്റൽ എബിലിറ്റിയിലും കിട്ടും മക്കളെ. ഉറപ്പ് പറയുകയാണ് ഞാൻ. നിങ്ങൾ നന്നായി ഒന്ന് ശ്രമിച്ചാൽ ഒരു 2 മാസം അത്യാവശ്യം നന്നായി ഇപ്പൊ എല്ലാവരും ഈ ഒരു പേപ്പർ എടുത്ത് ജസ്റ്റ് ചെയ്തു നോക്കുക കേട്ടോ. ഓൾറെഡി നമ്മുടെ പിള്ളേര് ഞാനിത് മുമ്പ് ടെലഗ്രാമിലൊക്കെ കൊടുത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. അപ്പൊ ഇതാ നിങ്ങൾക്ക് എന്റെ സ്ക്രീനിൽ കാണാൻ പറ്റിയ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കണേ. നിങ്ങൾ പെന്നും പേപ്പറായിട്ട് ഇരിക്കുക. ഓക്കെ. അതുപോലെ ഇപ്പം മാത്സിലകത്ത് വർഗവും വർഗമൂലവും നല്ലൊരു ടോപ്പിക്കാണ്. കുറച്ച് കാര്യങ്ങൾ ട്രിക്കൊക്കെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ, കുറച്ച് കാര്യങ്ങളൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക്ക് സെറ്റാണ്. ശരാശരി വളരെ സിമ്പിൾ ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ഒരേ പാറ്റേണുള്ള ചോദിക്കുക. ശരാശരി നമുക്ക് സുഖമായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ടീച്ചർ, ഈ കുട്ടി ഉൾപ്പെടെയുള്ള ക്ലാസ്സിലേക്ക് ഒരു ടീച്ചർ പോയിട്ട് പുതിയൊരാൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തുടങ്ങിയുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ, നമുക്ക് സ്ഥിരം കിട്ടുന്നതാണ്. അപ്പൊ അത് കിട്ടും. അതുപോലെ തന്നെ ലാഭവും നഷ്ടവും, സമയവും ദൂരവും, ട്രെയിനൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. എടാ, ട്രെയിനിന്റെ കണക്കൊന്നും ഒരു പ്രയാസവും ഇല്ല. അത്രയ്ക്കും സിമ്പിൾ കാര്യങ്ങളാണ്. കാര്യം മനസ്സിലാക്കി മാക്സിമം ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന മാത്സിൽ 10 മാർക്കിൽ 10 മാർക്കും കിട്ടും. അപ്പൊ ഒരു ചോദ്യം തന്നെ ആദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഈ മുഴുവൻ ടോപ്പിക്ക്, ഈ പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രം പഠിച്ചാൽ മതിയോ 10 മാർക്ക് കിട്ടാൻ? ഇല്ല. അപ്പൊ ഈ 8 നമ്പറിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ 8 ടോപ്പിക്ക് തന്നെ ഓരോന്ന് ചോദിച്ചാൽ 8 മാർക്കല്ലേ ആവും. അപ്പൊ 10 മാർക്ക് ഇതിന് പുറത്തൊരു ചോദ്യങ്ങൾ വരുമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സംശയമായിട്ടുണ്ടാവും. അങ്ങനെ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ന് കരുതി നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഈ ചതുർഭുജവും പഞ്ചഭുജവും പഠിക്കേണ്ടതല്ല. ആദ്യം തന്നെ അത് പഠിക്കാതെ ഇത് നന്നായി പഠിക്കുക. ഇതിനകത്തുള്ള എല്ലാ ടോപ്പിക്കും നന്നായി പഠിച്ചിട്ട് നമുക്കിപ്പോൾ മെന്റൽ എബിലിറ്റിയിലാണെങ്കിലും ഇപ്പൊ ക്ലോക്ക്, കലണ്ടർ ഒന്നും ഇതിനകത്തില്ല. LDCയുടെ സിലബസിന് വ്യത്യസ്തമാണ്. അവിടെ കൂട്ടുപലിശയുണ്ട്, പലിശയുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ബോട്ടിന്റെ കണക്ക് വരാറുണ്ട്. നമ്മുടെ ജാമിതീയ രൂപങ്ങളിലെ അപ്പോൾ ത്രികോണം, വൃത്തം, അതൊക്കെ ചോദ്യം വരാറുണ്ട്. ഇതൊക്കെ പ്രിലിംസിനും അല്ലെങ്കിൽ മെയിൻസിനും LGS പോലുള്ള എക്സാമിനും വന്നിട്ടുണ്ട്. വരില്ല എന്നൊന്നുമില്ല. അപ്പൊ നമുക്ക് ഈ പറയുന്ന സിലബസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇപ്പൊ ക്ലാസ് എടുക്കുന്നത്. ഇതൊന്ന് തീർക്കുക. ഈ പറയുന്ന 8 എണ്ണം ലഘുഗണിതത്തിലും അതുപോലെ മെന്റൽ എബിലിറ്റി മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഇതൊന്നും ആ ക്ലാസിന്റെ ആവശ്യം തന്നെ നിങ്ങൾക്കില്ല. അത്യാവശ്യം പൊടിക്കൈകളൊക്കെ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ PYQ കേട്ടോ. നോക്കൂ, അവിടെ വയസ്സുമായി ബന്ധപ്പെട്ടതൊക്കെയാണ് കുറച്ച് പഠിപ്പിക്കാനുള്ളത്. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടില്ലെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ പ്രിയപ്പെട്ട മാത്സിന്റെ അധ്യാപകരുടെ ക്ലാസ് നിങ്ങൾ കാണുക. അതോടൊപ്പം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്സ് പ്രയാസമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു സീരീസ്. ആദ്യത്തെ ക്ലാസ് ആണ്. അപ്പൊ ആദ്യത്തെ ക്ലാസ്സിൽ സാധാരണ എല്ലാവരും ചെയ്യാറെന്താണ്, ഈ പറയുന്ന നമ്മുടെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും പഠിപ്പിക്കാറാണ് പതിവ് അല്ലേ. എണ്ണൽ സംഖ്യകൾ, n×n+1/2 എന്നൊക്കെ തുടങ്ങിയ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ബൈ ഹാർട്ട് ചെയ്യാം. നമുക്കത് വരാം. നമ്മൾ മിക്സ് ചെയ്തുകൊണ്ട് ബോർ അടിക്കാതിരിക്കാൻ നമ്മുടെ ടെലഗ്രാമിൽ പിള്ളേർ എന്നോട് പറയാറുണ്ട്, കണക്ക് തുടങ്ങുമ്പോൾ LCM ആയിരിക്കില്ലേ, നമ്മൾ ബാച്ച് തുടങ്ങുമ്പോൾ 1-2 മാസം LCM എന്നെ എടുക്കും. അപ്പൊ ഇവർക്ക് ബോറടിക്കും. അപ്പൊ ഞാൻ ആ ബോറടി മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ ആദ്യത്തെ ക്ലാസ് ഇന്നാണ്. ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ മിക്സ് ചെയ്തുകൊണ്ട്, അതായത് ഇന്നിപ്പോൾ LCM കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ നാളെ ഒരു പക്ഷേ മറ്റൊരു ടോപ്പിക് ആയിരിക്കും പഠിക്കുക കേട്ടല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് പോകാം. അപ്പൊ LCM HCF ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ചാൽ മാർക്ക് കിട്ടുന്ന ഒരു ടോപ്പിക്കും ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇവിടുന്ന്. അപ്പൊ നമുക്ക് നോക്കാലോ. കുറച്ച് ടിപ്പുകളും കാര്യങ്ങളും ഞാൻ പറയുമ്പോൾ നിങ്ങൾ പഠിച്ചതാണെങ്കിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പുതിയ കുട്ടികളോടാണ് ഞാൻ ഇതൊക്കെ വിശദമായിട്ട് പറയുന്നത്. ലഘുത്തമ സാധാരണ ഗുണിതം എന്നാണ് നമ്മൾ LCM-നെ
പറയുക അതിന്റെ പൂർണ്ണ രൂപം അല്ലെ, ലോസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെ. ഇപ്പൊ ലോസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് ഗുണമുണ്ട് മക്കളെ. നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുന്ന പരിപാടി കണക്കിൽ പരമാവധി ഒഴിവാക്കുക. നിങ്ങൾക്ക് ഇല്ലാത്തതും, അതായത് മാത്സ് പ്രയാസമുള്ളവരോടാണ് പറയുന്നത്, നിങ്ങൾക്ക് ഇല്ലാത്തൊരു വിഷയം ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള അധ്യാപകർ ക്ലാസ് എടുത്തു തരുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തരികയാണ്, ഒരു മോഡൽ. അത് കഴിഞ്ഞ് ഞാൻ ഒരു 5 ടൈപ്പ് ക്വസ്റ്റ്യൻ അതുപോലെ തരിക, നിങ്ങളൊക്കെ ചെയ്യും, ക്ലിയർ ആണ്, ഒക്കെ സെറ്റാണ്. പക്ഷെ പരീക്ഷ ഹാളിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് അതൊന്ന് മാറ്റി തിരിച്ചു ചോദിച്ചാൽ അല്ലെങ്കിൽ അത് വേറെ രൂപത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല. പൊതുവെ കണ്ടുവരുന്ന ഒരു ഇഷ്യൂ ആണ്. ഇപ്പോൾ LCM നേരിട്ട് ചോദിച്ചാൽ കിട്ടും, പക്ഷെ പരീക്ഷ ഹാളിൽ എത്തുമ്പോൾ എന്താ ചെയ്യുക, രാമു ഒരു ഗോപുരത്തിന് നടയിൽ ഇരുന്നു കൊണ്ട് മണി മുഴക്കുകയാണ്. രാത്രി 6:30 മണി മുഴക്കി, അല്ലെ 6:25 മണി മുഴക്കി, 6:45 ഇനി അടുത്ത മണി മുഴങ്ങുക, ഇന്ന സമയം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. അപ്പൊ നമ്മൾ ആകെ കൺഫ്യൂഷൻ, ഇതിപ്പോ എന്താ ചെയ്യാ, മണി മുഴങ്ങുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലേ. പരീക്ഷ ആൾ കുത്തിരി തലയിൽ കൂടി ഇങ്ങനെ ഒരു മുഴക്കാണ്ടാകുക, വേറൊന്നുമില്ല. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ LCM ആണ് അവിടെ കാണേണ്ടത് എന്നൊരു ലോജിക്ക് നമുക്ക് വരണം. നമ്മളത് ചെയ്ത് വരണം. തന്നെയുമല്ല, നിങ്ങളത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ എങ്ങനെ ചോദിച്ചാലും എഴുതാൻ പറ്റുമെങ്കിൽ ആ ലോജിക്ക് നിങ്ങൾക്ക് വേണം. അപ്പൊ നമ്മൾ പരമാവധി ലോജിക്കിലൂടെ മാത്സ് പഠിക്കുക. കുറച്ചൊക്കെ ബൈഹാർട്ട് ചെയ്യേണ്ടി വരും, അത് ബൈഹാർട്ടും ചെയ്യുക. ഓക്കെ. അപ്പൊ LCM എന്ന് പറയുമ്പോൾ, ഞാൻ ആദ്യ ക്ലാസ് ആയതുകൊണ്ട് ഇതൊക്കെ വിശദീകരിക്കുന്നത്, LCM എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഗുണിതങ്ങളിലെ പൊതുഗുണിതങ്ങളിലെ ഏറ്റവും ചെറിയ സംഖ്യ, പൊതുഗുണിതങ്ങളിൽ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന മെത്തേഡൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ. അതാണ് ഒരു ടിപ്പ് ആദ്യം തന്നെ പറയാനുള്ളത്. ടിപ്പിക്കലി എങ്ങനെയാണോ സാധാരണ LCM ചെയ്യുക അതിന്റെ ഒരു മെത്തേഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. 2 സംഖ്യ പറയാം. ഇവിടെ 24, 36ന്റെയും LCM കാണാൻ ചോദിച്ചാൽ നമുക്കത് ചെയ്യേണ്ട ടിപ്പിക്കൽ മെത്തേഡ് എങ്ങനെയാണോ അത് നമുക്ക് ചെയ്യാം. അതിനു മുമ്പായിട്ട് ഏതൊരു സംഖ്യയുടെയും LCM കാണാൻ പറയുമ്പോൾ, LCM എന്ന് പറഞ്ഞാൽ ലഘുത്തമ സാധാരണ ഗുണിതമാണ്. ഇപ്പൊ 3 ഉണ്ട്, 6 ഉണ്ട്, 12 ഉണ്ട്. ഇപ്പൊ 3ന്റെ ഗുണനങ്ങളുണ്ട്, 6ന്റെ ഗുണനുണ്ട്. ഗുണനപ്പട്ടിക പഠിക്കണേ, 10 വരെയുള്ള ഗുണനപ്പട്ടിക നന്നായി തന്നെ പഠിക്കണം, അത് നിർബന്ധമാണ്. അപ്പൊ 3ന്റെ ഗുണനം പറഞ്ഞു നോക്കിയാൽ 3, 6, 9, 12, 15, 18 ഇങ്ങനെ പോകും. 6ന്റെ ഗുണനപ്പട്ടികയോ 6, 12, 18, 24, 30 ഇങ്ങനെ പോകും. 12ന്റെ ഗുണനോ 12 ഉണ്ട്, അത് കഴിഞ്ഞ 24, പിന്നെ 36, പിന്നെ 48, പിന്നെ 60. ഇതൊക്കെ നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചു വെക്കണം. ഗുണനപ്പട്ടിക വളരെ എളുപ്പമാണ്. അപ്പൊ ആ ഗുണനപ്പട്ടിക പഠിച്ചാൽ നമുക്കറിയാം പൊതുഗുണിതം. അപ്പൊ ഇതൊരു ചെറിയ സംഖ്യയാണ്, നമുക്ക് ഇങ്ങനെ മനസ്സിൽ കിട്ടും. ഈ പൊതുഗുണിതങ്ങളിൽ 3ലും കോമൺ ആയി വരുന്ന ഏറ്റവും ചെറിയത് ഏത്, അതിനാണ് LCM എന്ന് പറയാം. ആ കൺസെപ്റ്റ് കിട്ടണേ. പൊതുഗുണിതങ്ങളിൽ ഏറ്റവും ചെറുത്, 3ലും കൂടി വരുന്ന ചെറുത് ഏതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഏതൊരു LCM കാണാൻ ചോദിച്ചാലും എല്ലാവർക്കും അറിയുന്ന മെത്തേഡ് അല്ലേ. കേരളത്തിലെ അല്ലെങ്കിൽ മാത്സ് എവിടെ നിന്ന് ആളുകളൊക്കെ ചെയ്യുന്നോ അവർക്കൊക്കെ ഈ ട്രിക്ക് ഐഡിയ ഉണ്ടെങ്കിൽ കിട്ടും. പൊതുഗുണിതമാണ് ഈ 3ലും പോകുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും LCM കാണാൻ പറയുമ്പോൾ ഏറ്റവും വലിയ സംഖ്യ ചുമ്മാ ഒന്ന് നോക്കുക. ഇവിടെ ഏറ്റവും വലിയ സംഖ്യ 12 അല്ലേ, 12 ആണ്. അപ്പൊ എല്ലായ്പ്പോഴും ഇത് നടക്കില്ല. ഇത് വളരെ സിമ്പിൾ സംഖ്യ വരുമ്പോൾ മാത്രമാണ്. ഇത് സാധാരണ LGSൽ 10th ലെവൽ LDക്ക് വരെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ ഏറ്റവും വലിയ സംഖ്യ നോക്കുമ്പോൾ 12. ഈ 3ന്റെ ഗുണനമാണോ 12? തീർച്ചയായിട്ടും 3ന്റെ ഗുണനമാണ് 12 അല്ലേ. 3ന്റെ ഗുണനമല്ലേ. 6ന്റെ ഗുണനമാണോ 12? 6ന്റെ ഗുണനമാണ് 12. 12ന്റെ ഗുണനമല്ലേ 12? ഒരു സംഖ്യയുടെ ഗുണനം എന്ന് പറഞ്ഞാൽ അത് അതിൽ പോയില്ലേ, തീർച്ചയായിട്ടും അതിൽ പോകും. അപ്പൊ 12ന്റെ ഗുണനം ഒരു 12, 12 അല്ലേ. അപ്പൊ 12ന്റെ ഗുണനമാണ്. അപ്പൊ നോക്കൂ, പൊതുഗുണിതങ്ങളിൽ ഏറ്റവും ചെറുത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ നോക്കേണ്ട ആവശ്യമുണ്ടോ? 12 അല്ലേ. ഒന്നും നോക്കണ്ട, ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്നാൽ ഇത് നമുക്ക് എങ്ങനെയാണ് സാധാരണ ഒരു മെത്തേഡിൽ ചെയ്ത് കണ്ടുപിടിക്കുക എന്നുകൂടി നോക്കാം. 3, 6, 12 എഴുതുക. ഇത് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ പറഞ്ഞ ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലായി. എന്താണ് LCM എന്ന് ചോദിച്ചാൽ പൊതുഗുണിതങ്ങളിൽ ഏറ്റവും ചെറിയ സംഖ്യ, 3 സംഖ്യയുടെ പൊതുഗുണിതം. ഇപ്പൊ 3ന്റെ ഗുണനപ്പട്ടിക, 6ന്റെ ഗുണനപ്പട്ടിക, 12ന്റെ ഗുണനപ്പട്ടിക. ഞാൻ എഴുതേണ്ട ആവശ്യമില്ലല്ലടാ. എഴുതേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ. ഇതുപോലെയല്ല കുറച്ചുകൂടി സ്ലോയിൽ പറയണം. കാരണം ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇച്ചിരി സ്പീഡ് പറയുന്നത്. അപ്പൊ 3, 6, 12 ഈ 3 സംഖ്യകൾ നമുക്ക് കിട്ടി. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇങ്ങനെ താഴോട്ട് ഘടകങ്ങളാക്കി എഴുതുക. കോമൺ ആയിട്ട് വെട്ടിച്ചുരുക്കി ചെറുതാക്കുക. അപ്പൊ ഇതിനകത്ത് ഏത് സംഖ്യ വേണം നിങ്ങൾക്ക് എടുക്കട്ടോ. ചിലപ്പോൾ ചിലർ 3 കൊണ്ട് എടുക്കും, 6 കൊണ്ട് എടുക്കും, അങ്ങനെ ഇഷ്ടം 2 കൊണ്ട് ചെയ്യാം. അപ്പൊ ഞാനിവിടെ 3 കൊണ്ട് എടുക്കുന്നു. 3ൽ 3 എത്ര പ്രാവശ്യം പോകും? ഒരു പ്രാവശ്യം പോകും. 3ൽ 6 എത്ര പ്രാവശ്യം പോകും? 2 അല്ലേ. സോറി, 3ൽ 6 എന്നല്ല, 6ൽ 3 2 പ്രാവശ്യം. അങ്ങനെയാണെങ്കിൽ 12ൽ 3 എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം പോകും. ഓക്കെ ആണോ? ഇനി വീണ്ടും നമുക്ക് ചെറുതാക്കാലോ. വീണ്ടും ചെറുതാക്കുമ്പോൾ 1ൽ 1 പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് 2ലും 4ലും പോകുന്ന 2ന് എടുക്കാം അല്ലേ. അപ്പൊ 1ല് 1 തന്നെ ഇവിടെ എഴുതുന്നു. 2ൽ എത്രയാണ്? 1 പോകുന്നു. 4ല് 2 പ്രാവശ്യം പോകുന്നു. ഇനി നമുക്ക് എന്ത് ചെറുതാക്കാൻ പറ്റുമോ? ഇനി നമുക്ക് വേറെ ചെറുതാക്കാനൊന്നും പറ്റില്ല. അവിടെ കിടന്നോട്ടെ. ചെറുതാക്കിയാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് മാക്സിമം എവിടെ വരെ ചെറുതാക്കാൻ പറ്റുമോ അതുവരെ ചെയ്യുക. ഓക്കെ ആണേ? ഓക്കെ ആണ്. പൊതുവായിട്ട് എന്തെങ്കിലും വെട്ടി ചെറുതാക്കാനുണ്ടെങ്കിൽ അതുവരെ പോവുക.
അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? LCM കാണുന്ന മെത്തേഡ്, ഈ സൈഡിൽ ഇങ്ങനെ നമ്മൾ ചെറുതാക്കുന്ന സംഖ്യയും അതുപോലെ ഏറ്റവും അവസാനം എത്തുമ്പോൾ ഇവിടെ കിട്ടുന്ന സംഖ്യയും ഈ സംഖ്യകളെല്ലാം കൂടി അങ്ങോട്ട് ഗുണിക്കാം. ഇതാണ് LCM കാണാനുള്ള സാധാരണ രീതി. ഓക്കെ ആണല്ലോ? 3 ഗുണിക്കണം 2 ഗുണിക്കണം 1 ഗുണിക്കണം 1 ഗുണിക്കണം 2. എത്രയാണ് ഉത്തരം? 2 3 6, 6 × 1 6, വീണ്ടും 6 × 1 6, 6 × 2 12. ഉത്തരം കിട്ടിയോ? ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷേ ഈ ഒരു സംഖ്യ 24 36 തരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ഐഡിയ ഉപയോഗിച്ച് ചെയ്യാനാണെങ്കിൽ ആ ഐഡിയ പെട്ടെന്ന് പരീക്ഷ ആവുന്ന കുറച്ച് കഷ്ടപ്പാടായിരിക്കും ചിലർക്ക്. എന്ന് വെച്ചാൽ ഈ 3ഉം 6ഉം 12ഉം കാണുമ്പോൾ ഏറ്റവും വലുത് 12ആ. ആ 12ൽ പോകുമോ നോക്കി, നമ്മൾ പോകുന്നത് കൊണ്ട് എളുപ്പത്തിൽ നമുക്ക് എന്ത് കിട്ടി? 12 ആണെന്ന് കിട്ടി. ഇനിയിപ്പോ അടുത്തൊരു ട്രിക്ക് എന്താന്ന് വെച്ചാൽ 12ന് പകരം അതിന്റെ അടുത്ത ഗുണനം നമുക്ക് നോക്കിയിട്ട് പോകാം. ഞാൻ അതിലേക്ക് വരാം. അപ്പൊ അതിന് മുമ്പായിട്ട് ഇതുപോലെ നടക്കുമോ? 36ൽ 24 പോകുന്നില്ലല്ലോ? ഇല്ല. അപ്പൊ പിന്നുള്ളൊരു മെത്തേഡ് 36ന് തൊട്ടടുത്ത ഗുണനം ഏതാ നോക്ക്. 36 ഗുണിച്ചാൽ എത്ര കിട്ടുക? 2 36 72 അല്ലേ? 72ൽ 24 പോകുമോ എന്ന് നോക്കിയാൽ മതി. ചിന്തിച്ച് നോക്കിയാൽ കിട്ടുമില്ലേ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ചിന്തിച്ചാൽ ആൻസർ കിട്ടും. ഓക്കെ, 72ൽ 24 പോകുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പോകും. 24ഉം 24ഉം 48, 48ഉം 24ഉം കൂട്ടിക്കഴിഞ്ഞാൽ 72 ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ അത് അങ്ങനെ കിട്ടും. 3 24 72 ആണ്. പക്ഷേ അങ്ങനെയൊന്നും നമുക്ക് പരീക്ഷകളും ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഇതാ 2 വേണ്ടി ചെയ്യാം. 2ൽ 24 നേരെ പകുതിയാക്കുക. 12 36ൽ എത്ര 2 ഉണ്ട്? 18. വീണ്ടും നമുക്ക് എന്താക്കാം? 2 കൊണ്ട് ഹരിക്കാം. 12ൽ എത്രയാണ്? 6 ചെയ്യാം. 18ൽ എത്രയാണ്? ഇതാ 9. ചെറുതാക്കി കൊണ്ടുപോവാണേ. ഓക്കെ, അങ്ങനെ വീണ്ടും നമുക്ക് 2 കൊണ്ട് തന്നെ ചെയ്യാം. 2ൽ എത്ര? 6ൽ എത്ര 2 പോകുന്നുണ്ട്? ഇതാ 3 പോകുന്നുണ്ട്. 9ൽ എത്ര 2 പോകുന്നുണ്ട്? എത്രയാ പോകുന്നുണ്ട്? ആലോചിച്ച് നോക്കുക. 9ൽ 2 പോകില്ല. അപ്പൊ അവിടെ തന്നെ 9 തന്നെ മാറ്റി എഴുതുക കേട്ടോ. പിന്നെന്താ? നമുക്ക് വീണ്ടും 3 കൊണ്ട് ചെയ്യാം. 3 കൊണ്ട് ചെയ്യാം. 3ൽ 3 1 പോകും. 3ൽ 3 9ൽ 3 3 പ്രാവശ്യം പോകും. ഇവിടെ ഞാൻ ഇങ്ങനെ ചെയ്തത് മനഃപൂർവ്വം ചെയ്തതാണ്. എന്ന് വെച്ചാൽ ഒരു അറിയാത്തൊരു കുട്ടിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യും. നമ്മൾ വെട്ടിച്ചെറുതാക്കുമ്പം ചിലർക്കുള്ള ധാരണയാണ് 2 എടുക്കണോ 3 എടുക്കണോ, എവിടെ വെട്ടണം. ഇപ്പൊ ഞാൻ ഈ ചെയ്തത് ഇത് നോക്കിയല്ല. ഓക്കെ, അല്ലാതെ ചെയ്തല്ലേ. നോക്കൂ, ഇത് തമ്മിൽ വ്യത്യാസമല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതായത് ഇവിടെ ഞാൻ വീണ്ടും 2 എടുത്തു, 6നെ പകുതിയാക്കി. സാധാരണ അങ്ങനെയല്ല ചെയ്യാം. സാധാരണ എങ്ങനെയാ ചെയ്യുക? കോമൺ ആയിട്ട് 2ലും പോകുന്ന ഏതെങ്കിലും ഒന്നുണ്ട് അതാ എടുക്കുക. അപ്പൊ ഇവരെന്ത് ചെയ്തു? 3 എടുത്തിട്ട് ചെയ്ത് ചെറുതാക്കി 2 എന്നാക്കി 3 എന്നാക്കി അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ് സൈഡിലുള്ളതും ഏറ്റവും അടിയിലുള്ളതും തമ്മിൽ ഗുണിക്കാം. ഇവിടെ നോക്കൂ, ഞാനൊന്ന് എഴുതിയത് ഗുണിച്ചു നോക്കട്ടെ. 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ഗുണിക്കണം 3 ഗുണിക്കണം 1 ഗുണിക്കണം 3. ഇതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും അടിയുള്ളത് അല്ലെ. ഈ കാണുന്ന അടിയുള്ളതും ഇതും തമ്മിൽ ഗുണിച്ചു. അങ്ങനെ ഗുണിച്ച സമയത്ത് എന്താ ഉത്തരം കിട്ടുക? 2 2 4, 4 2 8, 8 3 എത്രടാ? 3 1 8 2 8 16 3 24. 24 × 1 24, 24 × 3 24 × 3 3 20 60, 4 3 12. അപ്പൊ എത്ര? 72. അപ്പൊ ഇങ്ങനെ ചെയ്താലും നമുക്ക് 72 കിട്ടും. ഇവര് ചെയ്ത പോലെ ചെയ്താൽ 72 കിട്ടും. അപ്പൊ വെട്ടി ചെറുതാക്കുന്ന സമയത്ത് ചിലർക്കൊക്കെ ടെൻഷനാണ്. ഇത് മാത്സ് അറിയാത്ത ഒരാൾക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. എങ്ങനെ വെട്ടി ചെറുതാക്കും? അപ്പൊ നമുക്ക് പറ്റുന്ന പോലെ 2 കൊണ്ടോ 3 കൊണ്ടോ ഒക്കെ വെച്ചിട്ട് അത് ചെറുതാക്കി കൊണ്ടുവരിക. കേട്ടല്ലോ? അപ്പൊ HCFൽ വരുമ്പോൾ അവിടെ ചെറിയൊരു കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. LCM നമുക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം നിങ്ങൾക്ക് എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി വെക്കുക. എന്നിട്ട് സൈഡിലുള്ളതും ഈ പറയുന്ന ഏറ്റവും അടിയിൽ കാണുന്നതും തമ്മിൽ ഒരുമിച്ച് എല്ലാം കൂടി ഗുണിക്കുക. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക? LCM കാണാനുള്ള ട്രിക്ക്. കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഇതൊരു ടിപ്പിക്കൽ എല്ലാവരും ചെയ്യുന്ന കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു സംഖ്യ നോക്കാം. 20 60 300 എല്ലാം PYQ ചോദ്യങ്ങൾ നമുക്ക് മാക്സിമം നോക്കണം. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടോ? അതല്ല, ഈ ഓപ്ഷൻ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു LCM കാണാൻ പൊതു ഗുണിതങ്ങൾ ഏറ്റവും ചെറുതാണ്. അപ്പൊ അത് ചെയ്യാനുള്ള ഏറ്റവും വലിയ ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ട്രിക്കാണ്. അതിൽ ഏറ്റവും വലിയ സംഖ്യ എപ്പോഴും നോക്കുക. നേരത്തെ ചെയ്തില്ലേ? ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ? 20 300 പോവില്ലേ? പോകും. 60 300 പോകുമോ? എടാ 6 30 പോവില്ലേ? ആലോചിച്ചപ്പോലെ പോകും. അപ്പൊ 60ഉം പോകും 20ഉം പോകും. സ്വാഭാവികമായിട്ട് ഉത്തരം എന്തായിരിക്കും? 300 ആയിരിക്കും. നമുക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ വേണ്ട.
ഓക്കെ ആണല്ലോ. ഇനി എൽ സി എമ്മിൽ നമ്മൾ നോക്കേണ്ട മറ്റൊരു ടിപ്പ്. ഇപ്പൊ എൽ സി എം എങ്ങനെയാണ് ജസ്റ്റ് ഇങ്ങനെ ചെയ്യാൻ നമ്മൾ പഠിച്ചു. എൽ സി എം എന്ന് പറയുന്ന സംഗതി പൊതുഗുണിതങ്ങളിൽ ഏറ്റവും ചെറിയ സംഖ്യ എന്നുള്ള ലോജിക്ക് വെച്ച് നമ്മൾ ചിന്തിച്ചു. പക്ഷേ എൽ സി എം എന്ന് പറഞ്ഞല്ല കൊടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ഉദാഹരണം നോക്കി, 6, 8, 15 ഇവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഇതിനെയാണ് എൽ സി എം എന്ന് വിളിക്കുക. എന്ന് വെച്ചാൽ പൊതുഗുണിതങ്ങളിൽ ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത സംഖ്യ ഇപ്പൊ 300 അല്ലേ ഇവിടെ കിട്ടിയത്. ഇവിടുത്തെ എൽ സി എം 300 നമ്മൾ പറഞ്ഞു അല്ലേ. എൽ സി എം 300 എന്ന് പറഞ്ഞു. അപ്പൊ 300 പൊതുഗുണിതങ്ങളിൽ ഏറ്റവും ചെറുതാണ്. ഈ 300 നിശേഷം ഹരിക്കാം, ശ്രദ്ധിക്കണേ, നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഈ 300-ൽ 300 എത്ര പ്രാവശ്യം പോകും? കംപ്ലീറ്റ് ഹരിച്ചാൽ പോവില്ലേ? 0 അല്ലേ, ശിഷ്ടം നിശേഷം ഹരിക്കാൻ പറ്റും. 60-ൽ 300 സുഖമായിട്ട് ഹരിക്കാൻ പറ്റും ഇല്ലേ? 20 ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഇതിന്റെ താഴെ ഒരു സംഖ്യ എടുക്കുക, 299-ന് താഴോട്ട് ഏതെങ്കിലും ഒരു സംഖ്യ. നിങ്ങൾക്ക് ഒരിക്കലും ഈ 3 സംഖ്യ വെച്ചിട്ടും അത് നിശേഷം ഹരിക്കാൻ പറ്റില്ല. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ മലയാളത്തിൽ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഹരിക്കുക എന്നായിരിക്കും പറയുക, എൽ സി എം എന്നല്ല വരിക. അല്ലെങ്കിൽ പൊതുഗുണിതങ്ങളിൽ എന്താ പറയുക, ചെറിയ സംഖ്യ എന്നൊന്നും അല്ല പറയാ. പരീക്ഷയ്ക്ക് ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 സംഖ്യ തന്നിട്ട് അതിന് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്നാണ് തരിക. അപ്പൊ നിങ്ങൾക്ക് സംഗതി മനസ്സിലാവണം, അത് എൽ സി എം ആണ്. നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്നാണ് എൽ സി എം ആണ്. 6, 8, 15 അവിടെ 3 കൊണ്ട് ഹരിക്കാം അല്ലെ. എത്ര 6-ൽ 3 പോവുക? 2. 8-ലൊന്നും പോകുന്നില്ല, 8 ഇവിടെ തന്നെ എഴുതി. 15-ല് 5. ദെൻ അതിനുശേഷം നമ്മൾ 2 ചെയ്യാം. 2-ൽ 2 1, 8-ൽ 2 4, 5 ഇവിടെ എഴുതാം. പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റാ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് 3 ഗുണിക്കണം 2 ഗുണിക്കണം 1 ഗുണിക്കണം 4 ഗുണിക്കണം 5 എത്രയാടാ ഉത്തരം കിട്ടുക? 2 3 6, 1 6 6 × 4 6 × 4 24, 24 × 5 എത്രയാണ്? 24 × 5 240-ന്റെ പകുതി 120. അപ്പൊ ഇതിന്റെ എൽ സി എം എത്രയായിരിക്കും? 120-ൽ 15 പോകുമോ നോക്കുക, പോകും. 120-ൽ 8 പോകുമോ? 80 കഴിഞ്ഞ് 40 പോകും. 120-ൽ 6 പോകുമോ? പോകും. അപ്പോ ഇതിന് നിശേഷം ഹരിക്കാൻ പറ്റുന്നത് 120 ആയിരിക്കും, അല്ലെങ്കിൽ എൽ സി എം 120 ആയിരിക്കും. മനസ്സിലായോ? പൊതുഘടകങ്ങൾ ഇല്ലാത്ത സംഖ്യകളുടെ എൽ സി എം കണ്ടെത്താൻ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ മതി. പൊതുഘടകങ്ങൾ ഇല്ല എന്ന് കരുതുക. നമ്മളിപ്പോ പറഞ്ഞല്ലോ 6, 8, 15 ഇതിനെങ്ങനെ ചെയ്തു പോകാൻ വേണ്ടി നമുക്ക് 2 കൊണ്ട് ചെയ്ത് 3 കൊണ്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്തില്ല. നമുക്ക് ഇങ്ങനെ ഘടകമാക്കി ചെറുതാക്കി പൊതുവായിട്ട് എടുക്കാൻ ഒന്നുമില്ല. അങ്ങനത്തെ ചില സംഖ്യകൾ ഉണ്ടാവും അല്ലെ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 3, 7, 11 ഇതിനെ കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇവിടെ 3 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 3 3-ലും പോകില്ലല്ലോ. ഒന്ന് മാത്രം പോയിട്ട് കാര്യമില്ല. ഇപ്പൊ 2 3-ലും പോകില്ലോ? പോവില്ല. അങ്ങനെ ഒന്നും നമ്മൾ ചെയ്താൽ പോവില്ല. അപ്പൊ നമുക്ക് എന്തേ ചെയ്യാൻ പറ്റൂ? ഇതിനെ 3-നെയും കൂടി അങ്ങോട്ട് ഗുണിക്കാം. പൊതുഘടകങ്ങൾ ഇല്ലാത്ത സംഖ്യകൾ വന്നാൽ എൽ സി എം കാണാനുള്ള മാർഗം സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ മതി. 5, 8, 3 എന്നീ സംഖ്യകളുടെ ലസാഗു ഏത് എന്ന് ചോദിച്ചാൽ എന്താ ചെയ്യുക? 5 ഗുണിക്കണം 3-ലും പോകുന്ന ഒന്നുമില്ല. 8 ഗുണിക്കണം 3 5 8 40 40 × 3 40 × 3 എത്രയാടാ? 120 അല്ലേ. 120-ല് 3 സുഖമായിട്ട് പോകുന്നുണ്ടല്ലോ, പോകും. 120-ൽ 8 പോകും, 120-ൽ 5 പോകും. അപ്പം നമ്മൾ അല്ലാത്ത ഗതിയിൽ 5 8 3 എന്ന് എഴുതിയിട്ട് നമുക്ക് ഘടകങ്ങളാക്കി ചെറുതാക്കാൻ പറ്റൂല. കാരണം ഇതിനകത്ത് 2 പോവോ? ഇല്ല. 3 പോവോ? ഇല്ല. 4 പോവോ? ഇല്ല. 5 പോവോ? ഒന്നും പോവില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൊതുഘടകങ്ങളില്ലെങ്കിൽ നേരിട്ട് അങ്ങോട്ട് ഗുണിക്കാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യൂലേ? എക്സാമ്പിളൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ തരും കേട്ടോ. 5 7 14 എന്നീ 3 സംഖ്യകൾ കൊണ്ടും പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ 2025 10th പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ ഉത്തരം കിട്ടും. നേരത്തെ പറഞ്ഞ മെത്തേഡ് 3 സംഖ്യക്കെതിരെ എൽ സി എം കാണാൻ പറയുക. ഏറ്റവും വലിയ സംഖ്യ നമുക്കൊന്ന് എടുത്തു നോക്കാം. 14 14 പോകും. 14 7 പോകുമോ നോക്കുക. തീർച്ചയായിട്ടും പോകും. 2 15 അപ്പൊ 5 പോകും. 14 പോകൂല. 15 പോകാൻ. അപ്പൊ അത് നടക്കൂല. ഇനി ജസ്റ്റ് 14-ന്റെ അടുത്ത സംഖ്യ എടുത്തു നോക്കുക. ഏത് അടുത്ത സംഖ്യ? 28.
28-ൽ ഒരിക്കലും 5 പോകില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ 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 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ്, തലവേദനയാണ് അല്ലേ. അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് കിട്ടൂല. നമ്മൾ ഓപ്ഷൻ ഒന്ന് നോക്കുക. 140 ഇവിടെ ഉണ്ട്. ഓക്കെ, ഏറ്റവും ചെറിയ സംഖ്യയാണ് എൽ സി എന്ന് പറഞ്ഞാൽ 35ഉം 80ഉം 70 ഉണ്ട്. പരീക്ഷ ആളും ചോദ്യം കാണുമ്പോൾ എൽ സി എന്ന് പറഞ്ഞാൽ പൊതുഗുണിതങ്ങൾ ഏറ്റവും ചെറുതാണ്. അപ്പൊ ഏറ്റവും ചെറുത് 35. 35-ൽ ഒരിക്കലും 14 പോകൂല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചോദ്യം തന്നെ അറിയാം, കാണുന്നതിന് അറിയാം അല്ലെ. 14 28 അത് പോവില്ല. പിന്നെ ഉള്ളത് 80 ആണ്. മക്കളെ ഒരിക്കലും 7 10 7 70 അതുകൊണ്ട് തന്നെ 80-ൽ ഒരിക്കലും ഇത് പോവില്ല, അതും നിങ്ങൾക്കറിയാം. പിന്നെ ഉള്ളത് 70ഉം 140 ആണ്. ഓപ്ഷൻ നോക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ, അതിന് നമുക്ക് ചെയ്യേണ്ട മെത്തേഡ് പറയാം. 70ഉം 140 ആണ്. അപ്പൊ 70 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ 7ഉം പോകും, 5ഉം പോകും, 14ഉം പോകും. അപ്പൊ ഏറ്റവും ചെറുതല്ലേ വേണ്ടത്. അപ്പൊ ചെറുതായതുകൊണ്ട് 70 എടുക്കാം, 140ഉം പോകും കേട്ടോ. 140ഉം പോകും, പക്ഷേ എൽ സി എം ഏറ്റവും ചെറുതായതുകൊണ്ട്. ഇനി നമുക്ക് എങ്ങനെ ചെയ്യാം പരീക്ഷയ്ക്ക്. നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യണ്ട. പരീക്ഷയ്ക്ക് വേഗം 5 7 14 എഴുതുക, ഇങ്ങനെ വരയ്ക്കുക. 3-ലും പോകുന്ന സാധനം ഉണ്ടോ നോക്കുക. 3-ലും പോകുന്നുണ്ടല്ലോ, 7-ലും 14-ലും പോകുന്നുണ്ടല്ലോ. അപ്പൊ ഇത് 7 കൊണ്ട് ചെയ്യാം. 5 കൂടെ എഴുതാം. 7-ൽ 7 ഒരു പ്രാവശ്യം പോകും, 14-ൽ 7 2 പ്രാവശ്യം പോകും. ഇനി എന്താ ചെയ്യാണ്ട്, ഒന്നും ചെയ്യാനില്ല. അപ്പൊ 7 ഗുണിക്കണം 5 ഗുണിക്കണം 1 ഗുണിക്കണം 2. എനിക്ക് എഴുതാൻ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാട്ടോ വൃത്തിയില്ലാത്തത്. അപ്പൊ 5 7 എത്രയാണ്? 5 7 35. 35 × 1 35. 35 × 2 70. അപ്പൊ ഉത്തരം കിട്ടിയല്ലോ. നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഇത് ചെയ്യാം കേട്ടോ. 36 60 90 എന്നീ സംഖ്യകളുടെ എൽ സി എം എത്രയാണ്? ആദ്യം തന്നെ ഞാൻ പറഞ്ഞ മെത്തേഡ്. 90-ൽ 60 പോവില്ല, 36 പോകും, 90-ൽ പോവില്ല. ഇനി 90-ന്റെ ഡബിൾ എടുത്ത് നോക്കാം. നമുക്ക് ചുമ്മാ ഒന്ന് എടുത്തു നോക്കാം. 90-ന്റെ ഡബിൾ എത്രയാ? 180. 180-ൽ 90 പോകും, 180-ൽ 60 പോകും. നമുക്കറിയില്ല 6ന്റെ ഗുണനപ്പട്ടിക. 36 180-ൽ പോകുമോ? ആലോചിച്ച് നോക്കുക. 36-ന്റെ 10 എത്രയാ? എപ്പോഴും അങ്ങനെ ചിന്തിക്കുക. 360. 360-ന്റെ പകുതി അല്ലേ 180? പൈസ ആലോചിക്കുക. 360 അല്ലെ, 300-ന്റെ പകുതി 180, 60-ന്റെ പകുതി 30, അപ്പൊ 180 പോകും. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്തൂടെ? ഇതാണ് ഏറ്റവും എളുപ്പം. ഞാൻ പറഞ്ഞപ്പോൾ വേഗത്തിലായി പോയിട്ടുണ്ടാവും, അത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എൽ സി എം കാണാൻ ആ സംഖ്യ എടുത്ത് നോക്കുക. ആ സംഖ്യയിൽ പോകുന്നുണ്ടോ നോക്കുക. ബാക്കിയെല്ലാം പോകുമെങ്കിൽ അതൊക്കെ, ഇല്ലെങ്കിൽ ഇത് അതിന്റെ ഡബിൾ എടുത്ത് നോക്കുക, അതിന്റെ ഗുണനം എടുത്ത് നോക്കുക കേട്ടോ. അതിന്റെ ഗുണനം, ഡബിൾ അല്ല ഗുണനം. 90-ന്റെ ഗുണനം രണ്ടാമത്തെ 150 അല്ലേ. ഇനി മൂന്നാമത്തെ 90-ന്റെതോ 270. 180 പോയി 270-ൽ പോകും നോക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യുന്ന മെത്തേഡ് ഞാൻ എഴുതാം അല്ലേ. 36 60 90 നമുക്ക് എങ്ങനെ ചെയ്യാം? ഏറ്റവും എളുപ്പം അതല്ലേ, ഇനി ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ നിങ്ങളുടെ സമാധാനത്തിന് 6 36-ൽ എത്ര 6 പോകുന്ന വെച്ചാൽ 6 6 36. 60-ൽ 10 6. 90-ൽ 60-ൽ 10ഉം 30ഉം 15. പിന്നെ നമുക്ക് എന്താക്കാം, വീണ്ടും ചെറുതാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3 കൊണ്ട് ചെയ്യാം. 6-ൽ 3 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം പോകും. 10 അവിടെ തന്നെ എഴുതുന്നു. 15-ൽ 5 പ്രാവശ്യം പോകും. നമുക്ക് വീണ്ടും ഒരു 2 കൊണ്ട് ചെയ്യാം. 1 5 5. നമുക്ക് വീണ്ടും ഒരു 5 കൊണ്ട് ചെയ്യാം. 1 1 1. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി എടുത്ത് ഗുണിക്കാം. 6 ഗുണിക്കണം 3 ഗുണിക്കണം 2 ഗുണിക്കണം 5. പിന്നെ 1 കൊണ്ട് ഗുണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏത് സംഖ്യയാണ് ഏത് 1 കൊണ്ട് ഗുണിച്ചാലും 1 തന്നെയല്ലേ. വീണ്ടും 1 ഗുണിക്കണം 1 ഗുണിക്കണം 1. ഓക്കെ, ഉത്തരം എത്രയാണ്? 6 3 6 പാണ്ട് 18 × 2 എത്രയാ? 18 × 2 36. 36 × 5. 36 × 5 നമ്മൾ നേരത്തെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? 320-ന്റെ പകുതി അല്ലേ, 180. ഉത്തരം കിട്ടിയില്ലേ? ഇങ്ങനെ ചെയ്യാം. 14 16 20 സംഖ്യകളുടെ ലസാഗു കാണുക. നമുക്ക് എന്താക്കാം? 20 തന്നെ നോക്കാം. നേരത്തെ ചെയ്ത അതേ മെത്തേഡ്. 20-ൽ പോവില്ലല്ലോ. 16ഉം 20 ഒന്നും പോവില്ല. 40 എടുത്താൽ 40-ലും പോവില്ല. അപ്പൊ നമ്മൾ അങ്ങനെ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തലവേദനയാവും. അപ്പൊ നമുക്ക് വേഗം ചെയ്യാം അല്ലെ. 14 എഴുതി, 16 എഴുതി, 20 എഴുതി. എന്ന് നമുക്ക് ചെയ്ത് നോക്കാം. സിമ്പിൾ ആയിട്ട് അല്ലെ. 7 മാറ്റി, 16-ന്റെ പകുതി 8 എഴുതി, 20-ന്റെ പകുതി 10 എഴുതി. വീണ്ടും നമുക്ക് എന്താക്കാം? ഇതിനകത്ത് 2 കൊണ്ട് ചെയ്യാം. 7 ചെയ്തു, 4 ചെയ്തു, 5 ചെയ്തു അല്ലെ. വീണ്ടും നമുക്ക് എന്താക്കാം? വീണ്ടും ഇതേ പോവോ? ഒന്നും പോവില്ല. അപ്പൊ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ നമുക്ക് 2 ഗുണിക്കണം 2 ഗുണിക്കണം 7 ഗുണിക്കണം 4 ഗുണിക്കണം 5. ഇത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ 2 2 4. ഓക്കെ ആണേ. 4 × 7 എത്ര? 4 ഒരേ 2 14 3 21 4 28. 28 × 4 ചെയ്ത് തന്നെ നോക്കേണ്ടി വരും അല്ലേ. 4 8 32 അല്ലേ.
1 8 2 8 16 3 24 4 32. ഓക്കെ, 3 2 4 8 3 8 3 എത്രയാണ് വരുന്നത്? 11 112. അപ്പൊ 112 ഇൻറ്റു 5 ചെയ്ത് നോക്കുക. 2 5 എത്രയാണ്? 10. ബാക്കി 1 1 5 5 1. നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി അതൊക്കെ പറയുന്നത് കേട്ടല്ലോ. 1 5 5 ആ 1 കൂട്ടിയാൽ 6, 1 5 5. അപ്പൊ 560. ഉത്തരം നോക്കിയാൽ 560. അങ്ങനെ ചെയ്താൽ നമുക്ക് 500 രൂപ കിട്ടും. അപ്പൊ നിങ്ങൾ ഇങ്ങനെയല്ലേ ചെയ്യുക, ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്തു പോട്ടാ. 12 15 18 എന്നീ സംഖ്യയുടെ LCM കാണാൻ നമുക്ക് 18ന്റെ ഡബിൾ എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമ്മളെ ഇത് ഈ പരിപാടി നടക്കൂല. ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പൊ പിന്നെ ആകെ പിന്നെ ഓപ്ഷൻ നോക്കി ചെയ്യാം കേട്ടോ, അത് വേറെ മെത്തേഡ്. ഓപ്ഷൻ നോക്കിയിട്ട് ഇപ്പൊ 60ൽ 12 പോകുമോ? തീർച്ചയായിട്ടും പോകും. 15ൽ 60 പോകുമോ? തീർച്ചയായിട്ടും പോകും. 18 പോകുമോ നോക്കുക. 18 18 36, 36 18. അങ്ങനെ നമുക്ക് എന്താക്കാം, കൂട്ടി വരാം അല്ലേ. അപ്പൊ അങ്ങനെ ചെയ്യാം നിങ്ങൾക്ക്. അപ്പൊ അതൊക്കെ കുറച്ച് സമയം പോകും തോന്നുവാണെങ്കിൽ പരീക്ഷ എന്ത് ചെയ്യാം, ജസ്റ്റ് 12 15 18 എന്നിട്ട് ഇങ്ങനെ വേഗം ചെയ്യാം. നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 6 കിട്ടി, 15 മാറ്റി എഴുതി, 18ൽ എത്രയാണ്? 9 എഴുതി. വീണ്ടും എന്ത് ചെയ്യാം, 3 കൊണ്ട് ചെയ്യാം. 3 2 ചെയ്തു, 5 ചെയ്തു, പിന്നെ 3 ചെയ്തു. ഇത് നോക്കണേ, ചെറുതാക്കി കൂടണം. 3ൽ പിന്നെ 3. ഇനി വീണ്ടും നമുക്ക് ചെറുതാക്കാലോ. ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. വൃത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് പെണ്ണുകൊണ്ട് എഴുതാൻ പറ്റുന്നു കേട്ടോ, വേർത്തിട്ട്, അതുകൊണ്ടാണേ. അപ്പൊ 2 ഗുണിക്കണം 3 ഗുണിക്കണം 2 ഗുണിക്കണം 5 ഗുണിക്കണം 3 എത്രയാ വരുന്നത് മക്കളെ? 2 3 6, 6 2 12, 12 ഇൻറ്റു 5 60, 60 ഇൻറ്റു 3 180. കണ്ടോ? അപ്പൊ 180 ഉത്തരം നോക്കുക. 180ൽ 18 പോകും, 15 പോകും, 12 പോകും. 1,10,10,10,000 ഇവയുടെ ലസാഗു എത്രയാണ്? 1,10,10,10,000 ഇവയുടെ ലസാഗു. ഇതിന്റെ ആൻസർ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ലോജിക്ക് കത്തിയിട്ടുണ്ടെങ്കിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയാണ് പണം, പൈസ. 1,10,10,10,000. അപ്പൊ സ്വാഭാവികമായിട്ടും കോമൺ ആയിട്ട് പോകുന്നതിൽ ഏറ്റവും ചെറുത് ഏതാണ്? നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. സത്യത്തിൽ ക്ലാസ് ആദ്യമായിട്ട് എടുത്തതിനും എഴുതാൻ പറ്റാത്ത ബുദ്ധിമുട്ടും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാലും തട്ടിക്കൂട്ടിയിട്ടാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മാത്സ് എടുക്കാൻ നിങ്ങൾക്ക് നല്ല നല്ല ക്ലാസ്സുകൾ കണ്ടിട്ട് ഇതിലേക്ക് വരുമ്പോൾ കുറച്ച് പ്രയാസമായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സമയം നഷ്ടപ്പെടുത്തരുത്, നിങ്ങളത് കാണുക. ഏതെങ്കിലും കുട്ടികൾക്ക് മാത്സ് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കാം എന്നുള്ള ഒരു ടിപ്പും കാര്യങ്ങളും പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇനിയും തുടർന്ന് കാണുക കേട്ടോ. നമുക്ക് വീണ്ടും മറ്റൊരു മാത്സിന്റെ ക്ലാസ് കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.